ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊരു വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി വൈകുന്നേരം ആകുമ്പം കാറ്റും ഇടിയും മഴയൊന്നും വരുന്ന കറണ്ടൊക്കെ പോകുമെന്ന് അറിയത്തില്ല. ഇതിനു മുമ്പ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിരുന്നു. അത് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു സാറ്റർഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. കാരണം ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് അത് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഫുൾ ഫ്ലോപ്പായി, കറണ്ടൊക്കെ പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നിനി എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ഇന്നിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ദോശ മാത്രം ചുട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ലഞ്ചിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ലഞ്ചിന് ഇന്ന് കുറച്ച് കൊഴുവ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പീര പറ്റിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി, ഒരു എരിശ്ശേറിയൊക്കെ വെക്കണം. അത് എന്താണെന്ന് ഞാൻ ഇതൊരു പ്ലാൻ ചെയ്തിട്ടില്ല. കോവയ്ക്കയും പയറും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നല്ലൊരു വെളിച്ചമുള്ള ഒരു ദിവസമാണ്. മഴക്കാറൊന്നും രാവിലെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അടുക്കളയൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതേ ഉള്ളൂ. എനിക്കെപ്പോഴും രാത്രിയാണ് എൻ്റെ ക്ലീനിങ്ങൊക്കെ അടുക്കളയുടെ വൃത്തിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അങ്ങിടാമെന്ന് വിചാരിച്ചു. പിന്നെ സമാധാനം ഉണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് വെന്തോളും. നമുക്ക് ബാക്കി കൂട്ടാനുകൾ എളുപ്പം തീർക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി. ഇത് പടറ്റിക്കായാണ്. അപ്പോൾ പെട്ടെന്ന് വേഗം, പ്രത്യേകിച്ച് ഇവിടെ കിട്ടുന്നത് വേഗം. അപ്പം സൂക്ഷിക്കുകയും വേണം. കാരണം അല്ലെങ്കിൽ വേവ് കൂടിക്കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാൻ ആദ്യം അത് ഉപ്പ് തിരുമ്മി ഒന്ന് വെള്ളത്തിലിട്ടു. പക്ഷേ ഇതിനകത്ത് വലിയ കറയായിട്ടൊന്നും എനിക്കിതുവരെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. വലിയ കറച്ചൊവയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഉപ്പ് തിരുമ്മി ഇട്ട് അത് ഉപ്പ് വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചു. പിന്നെ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. ഇനി നമുക്ക് കൊഴുവയൊന്ന് പീര പറ്റിക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി അങ്ങ് ആക്കാം. അപ്പം ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ചേർത്ത് ഞാൻ വേവിക്കും. എന്നിട്ട് അത് വെള്ളം ഒന്ന് വറ്റാറാകുമ്പോഴത്തേക്കിനും, വെള്ളം വറ്റി കഴിയുമ്പോഴത്തേനും, ഒത്തിരി വറ്റിയല്ല, കുറച്ചൊരടിയിലൊരു വെള്ളമയം വേണം. ആ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേഗം വേകും. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കല്ല. അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട് ഈ കായ. പിന്നെ ഞാൻ കൊഴുവം പീര പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുക. കുറച്ചൊരു ചെറിയുള്ളി വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ, പ്രത്യേകിച്ച് പീര പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കായ ഏകദേശം വെന്തു. അപ്പം ഈ ഒരു പാവമാകുമ്പോഴത്തേനും തുറന്ന് വെച്ചേക്കണം, അല്ലെങ്കിൽ ഇത് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പം കണ്ടോ, ഞാൻ ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കി അതിങ്ങനെ ആ ഒരു ലോ ഫ്ലെയിമിലിരുന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. അപ്പം നല്ല മെഴുക്ക് പുരട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി നമുക്ക് പീര പറ്റിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1/4 കിലോയേ ഉള്ളൂ നമ്മുടെ നെത്തോലി ക്ലീൻ ചെയ്തത്. അപ്പം അത് നമുക്ക് ഈ ചെറിയുള്ളി, കുറച്ച് തേങ്ങയും, ഒരു 1/4 കപ്പ് തേങ്ങ കാണും, അത് ചിരകിയത്. പിന്നെ നമ്മുടെ ഒരു 5-8 ചെറിയുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത പച്ചമുളകായിരുന്നു. ഞാൻ പച്ചമുളകിൻ്റെ എരിവാണ്, അതൊരു 3-4 എണ്ണം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണം 4 എണ്ണം ഒക്കെ ചേർത്താൽ മതി. എനിക്ക് പീര പറ്റിക്കുമ്പം പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് മാത്രം ഇട്ടിങ്ങനെ പീര പറ്റിക്കുന്ന ഇഷ്ടം. മുളക് പൊടി ഞാൻ ചേർക്കാറില്ല. അപ്പം ഇഞ്ചിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെയാണ്. പ്രത്യേകിച്ച് കൊഴുവ പോലുള്ള സംഭവം, മത്തിക്കൊക്കെ ഞാൻ ശകലം ചേർക്കും. പക്ഷേ കൊഴുവ എനിക്കിങ്ങനെ ആ ഒരു, പ്രത്യേകിച്ച് കാന്താരിമുളകാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ മിക്കവാറും ലുലുവിൽ നിന്നാണ് കാന്താരിമുളക് എനിക്ക് കിട്ടാറ്. ഇവിടെ അങ്ങനെ കിട്ടാറില്ല. മലയാളി പച്ചക്കറി പലചരക്ക് കട വരുന്നതാണെങ്കിൽ അത് ചെല്ലുമ്പോൾ തന്നെ അത് തീർന്നു പോകും. നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്കത് കിട്ടിയില്ല. എനിക്കത് വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. അപ്പം അതും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തിരുന്നെങ്കിൽ നല്ല ടേസ്റ്റാണ്. മുളക് പൊടി എനിക്ക് ചേർക്കുന്ന വലുതായിട്ട് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് കുടംപുളി വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം ഒഴിക്കാം. ഞാൻ പിന്നെ ഇപ്പം എളുപ്പത്തിന് ആ കുടംപുളിയും കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് പുരട്ടി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കൊഴുവ പീര പറ്റിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ട്, എല്ലാം റെഡിയായി. അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ആകപ്പാടെ മോര് കാച്ചത് മാത്രമേ ഉള്ളൂ. വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും വെക്കുന്നില്ല. കാരണം
ഇന്ന് ഇത്രയും ഇതൊരു സിമ്പിൾ ഊണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഈ കാമെഴുക്ക് വരട്ടി, കൊഴുവ പീര പറ്റിച്ചതും പുളിശ്ശേരിയൊക്കെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കും. പുളിശ്ശേരി എന്ന് ഞാൻ പറയുന്നത് മോര് കാച്ചിയതാണ്, നമ്മുടെ തേങ്ങ അരച്ചുള്ള പുളിശ്ശേരി അല്ല. നമുക്ക് എളുപ്പത്തിന് വെക്കാം. നമുക്ക് മീൻ കൂട്ടാൻ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ മാത്രമൊക്കെ ഉള്ളെങ്കിൽ വേഗം ഒരു മോര് കാച്ചിയത് ഉണ്ടാക്കിയാൽ മതി. തേങ്ങ അരച്ച് വെറുതെ എന്തിനാ, ഓൾറെഡി നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ച് വേറെ കറികളുണ്ട്. അപ്പം എപ്പോഴും അങ്ങനെ കറികളുണ്ടെങ്കിൽ ഒരു മോര് കാച്ചിയതാണ് നല്ലത്. കാരണം വേറെ ഇങ്ങനെയുള്ള മീൻ കറിയോ തേങ്ങ അരച്ചതാണെങ്കിലും ഒക്കെ അതായിരിക്കും കൂടുതലും നല്ലത്. അപ്പം ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കും. ഞാനിങ്ങനെ ഈ ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് മിക്സിക്കകത്തിട്ടൊന്നും അങ്ങനെ അടിക്കാറില്ല. അപ്പം നമ്മുടെ അരിയെല്ലാം വെന്തു. അപ്പം അത് അതിനിടയ്ക്ക് ഞാൻ വാർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ വാഷ് വെച്ചതാണ്. എന്നിട്ട് നമ്മുടെ മോര് കാച്ചത് സ്ഥിരമില്ല, മിക്കവാറും അതിൻ്റെ വീഡിയോയ്ക്കകത്തുള്ളതാണ്. കടുക്, മുളക്, ജീരകം, ഉലുവ, കറിവേപ്പില ഇത്രയും ഇട്ട് മൂപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മോരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ മോര് കാച്ചത് റെഡിയായി. അപ്പം ഞാൻ അത് വാർക്കാൻ വെച്ചിട്ടാണ് ഞാൻ വാഷ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കമത്തി ഇങ്ങനെ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം അങ്ങ് പോയി എടുത്തോളും, വെള്ളം അങ്ങ് പോയി അത് വന്നോളും. പിന്നെ ഞാൻ മോരൊഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചത് റെഡിയായി. പിന്നെ നമ്മുടെ മീൻ പീരയും അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ പീര വറ്റിച്ചതും അവിടെ റെഡിയായി. അപ്പം ഇന്ന് ഇതൊക്കെയായിരുന്നു. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഊണാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. പ്രത്യേകിച്ച് തേങ്ങ തിരുമിയതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേഗം ശടപടയെന്ന് തീരുന്ന ഒരു ലഞ്ച് കോംബോ ആണ്. കായയുടെ ഒരു ഗുണം എന്താണെന്നറിയാം, അരിയാൻ എളുപ്പം. പ്രത്യേകിച്ച് 2 പേർക്ക് മാത്രമൊക്കെ ആണെങ്കിൽ ഒറ്റ മതി, നമുക്കൊരു മെഴുക്ക് പുരട്ടി വെക്കാം. അപ്പം ഞാൻ കൂട്ടാനൊക്കെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഇതൊക്കെ ഒഴിച്ചുകറി, തോരൻ, മെഴുക്ക് പുരട്ടിയൊക്കെ മാറ്റത്തുള്ളൂ. മീൻ എപ്പോഴും ഞാൻ മീൻ ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും. പിന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പും സ്റ്റവും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. വലിയ ക്ലീനിങ് ഇല്ല, ഒന്ന് ക്ലീനായി കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ രാത്രിയിലാണ് മിക്കവാറും ഉള്ള എൻ്റെ ഈ അടുക്കള ക്ലീനിങ് വരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇനി നമുക്ക് ചോറൊക്കെ വിളമ്പാം. അപ്പം ശ്രീഹരിക്ക് എപ്പോഴും ഒരു 1:30 ആകുമ്പം കഴിക്കണം. കാരണം 2 മണി സമയത്തൊക്കെ ശ്രീഹരിക്ക് കോളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വേഗം കഴിക്കണം. അപ്പം ഇന്ന് ശ്രീഹരിക്ക് ഓഫീസിൽ പോകേണ്ട. അവർക്ക് ഹൈബ്രിഡ് ആകുമ്പം ഒന്നിരണ്ടം പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഈ ഓഫീസിൽ പോകാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഈ ലഞ്ച് കോംബോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഭയങ്കര പാടാണ്. രാവിലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീക്ക് ഡേയ്സിലെ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് വലിയ മെനക്കെട്ട പരിപാടിയാണ്. അത് ഞാൻ ഒരു 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വയ്യ, കാരണം പിന്നെ ഇനി വീണ്ടും അത് രാവിലെ ഭയങ്കര ടാസ്ക്കായി വീഡിയോ എടുത്തുകൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോകാത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ചില ദിവസം ഞാൻ വിചാരിക്കും രാവിലത്തെ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. പക്ഷേ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ മിക്കവാറും ഇപ്പം അതിന് മുതിരാറില്ല. എപ്പോഴും ഒരു ലഞ്ച് ടൈമിലുള്ള കാര്യങ്ങളാണ് എടുക്കാറുള്ളത് ഈ വീക്ക് ഡേയ്സിൽ, ഈ നമ്മുടെ ശ്രീഹരി ഓഫീസിൽ പോകാത്ത ദിവസങ്ങളിൽ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ലഞ്ച്. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ നിന്ന് നോക്കി. ഞാനിപ്പോൾ എപ്പോഴും പുറത്തേക്ക് പോയി നോക്കും മഴയുണ്ടോ മഴക്കാറുണ്ടോ എന്നൊക്കെ. അതാണ് ഞാൻ ഈ ഇടയ്ക്ക് കാണിക്കുന്നത്. അങ്ങനെ ഞാനും ചോറും കറിയൊക്കെ കൂട്ടി ഉണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചോറും മീനും. എനിക്ക് ആ ഒരു കോംബോയാണ് ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും ഒരു പച്ചക്കറി, ഒഴിച്ചുകറി അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടുമുക്കാലും ഫുഡും എനിക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ലാത്ത ഫുഡുകൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനിയും അടുത്ത പരിപാടി പാത്രം കഴുകി അടുക്കള ക്ലീൻ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കണം. പിന്നെന്താ, വൈകുന്നേരം എന്തോന്ന് തീരുമാനിക്കണം. നടക്കാൻ പോകുമെന്ന് അറിയത്തില്ല, കാരണം ശ്രീഹരിക്ക് മീറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നടക്കാൻ പോകില്ല ഒന്നും. ഇന്ന് വൈകുന്നേരം എന്തുണ്ടാക്കണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇനിയും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കുറച്ച് പുളിശ്ശേരിയൊക്കെ ബാക്കിയിരിപ്പുണ്ട്. അത് ഞാൻ നാളത്തേക്ക്, ഇപ്പോഴും ഞാൻ 2 ദിവസത്തേക്കാണ് പുളിശ്ശേരി വെക്കുന്നത്. ഇത് നാളത്തേക്ക് എടുക്കും. മീൻ പറ്റിച്ചത് ഞാനൊരു 250 ഗ്രാമിനോടടുത്ത്, അത്ര ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത്രയും മേടിച്ചുള്ളൂ നമ്മുടെ കൊഴുവ.
അത് മതിയെന്ന് വിചാരിച്ചു. ഒത്തിരി വാങ്ങിച്ചുള്ള കുഴപ്പം അത് 2 ദിവസത്തിൽ കൂടുതലൊക്കെ കാണും കൊഴുവയൊക്കെ. അപ്പം ഞങ്ങൾക്കത് വേസ്റ്റ്. ഞാൻ 2 ദിവസമൊക്കെ ഒരു കാര്യം മീനൊക്കെ ആണെങ്കിലും 2 ദിവസത്തിനപ്പുറം ഞാൻ വെച്ചേക്കത്തില്ല. ഏത് കൂട്ടാനാണേലും തലേദിവസം അന്നും പിറ്റേന്ന് ഉപയോഗിക്കത്തുള്ളൂ. അതിനുള്ളത് ഞാൻ വെക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസത്തേക്ക് ഞാൻ ഒന്നും എടുക്കാറില്ല. അപ്പം കൊഴുവയൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ ചെറുതല്ലേ, അപ്പം 1/2 കിലോ എന്നൊക്കെ പറയുമ്പോൾ കുറേ കിട്ടും. അപ്പോൾ അതൊന്നും ഞാനങ്ങനെ 3-ാമത്തെ ദിവസത്തേക്കൊന്നും ഞാൻ വെക്കാറില്ല. 2 ദിവസമാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ 2 പേർക്ക് ഉണ്ടാക്കി നല്ല പരിചയമായി. 2 പേർക്ക് ഒഴിച്ചുകറി ഞാൻ മനഃപൂർവ്വം 2 ദിവസത്തേക്ക് വെക്കുന്നതാണ്. കാരണം അതങ്ങനെ വെക്കുന്നതല്ല. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അധികം വലിയ പാടില്ലല്ലോ. അതുകൊണ്ട് തോരനും മെഴുക്കുവരട്ടി എപ്പോഴും ഞാനിപ്പം അപ്പം 2 പേർക്ക് കഴിക്കാനുള്ള മാത്രമേ വെക്കത്തുള്ളൂ. അതങ്ങനെ ആയിരിക്കും. ഇപ്പം എനിക്ക് ഒരു കണക്കൊക്കെ പിടികിട്ടി 2 പേർക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെക്കാത്തത്. ഇതിപ്പോൾ ശകലമുള്ളൂ. നാളെ ഇനിയിപ്പം ഞാൻ മുട്ടയാവില്ല. നാളെ മിക്കവാറും മീനൊന്നും വാങ്ങിക്കത്തില്ല, മുട്ടയൊക്കെ എടുക്കത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചു. ഇത് ശകലം ഉണ്ടല്ലോ, അപ്പം നമുക്ക് വല്ല മുട്ട പൊരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ പോയി ഈ പാത്രമൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം ഒക്കെ കിടക്കട്ടെ. പിന്നെ 4 മണിക്ക് ചായ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്നാക്സൊന്നും അധികം ഇവിടെ ഉണ്ടാക്കാറില്ല. അപ്പം നമ്മൾ ബാക്കി പരിപാടികളൊക്കെ തീർക്കട്ടെ. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കഴിക്കാനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ രാത്രിയിൽ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും ചന മസാല ഉണ്ടാക്കാമെന്ന്. കുറേ നാളായി വെള്ളക്കടല ഒക്കെ കഴിച്ചിട്ട്. അപ്പം ഞാൻ ചപ്പാത്തിയും ചന മസാല ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മിക്കവാറും നടക്കാൻ പോകാനുള്ള ലക്ഷണങ്ങൾ കാണുന്നില്ല. കാരണം ശ്രീഹരിക്ക് മീറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇച്ചിരി നേരം രാത്രിയൊക്കെ ആവും തീരാറാകുമ്പം. അപ്പം ഞങ്ങൾ പുറത്തു പോക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പം ഇപ്പം ഞാൻ രാവിലെ വെള്ളത്തിട്ട് വെക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴല്ല തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളക്കടല വേണ്ടി ഇപ്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി, അത് പെട്ടെന്ന് റെഡിയാകും. അപ്പം നമുക്ക് കടലയൊക്കെ വെള്ളത്തിടാം. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തവണ വെള്ളക്കടല വന്നിട്ട് അത് പൊട്ടിച്ചിട്ടില്ല. കാരണം അതിൻ്റെ പാത്രം പുതിയത് വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞാൻ പാത്രമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കടല ഇടാനുള്ള. പക്ഷെ ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഇത് പൊട്ടിച്ചിടാൻ മറന്നുപോയി. ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ കറുത്ത കടലയും ഗ്രീൻ പീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഇനി ഞാൻ വാങ്ങിച്ചില്ലേന്ന്. അതിനിടയ്ക്ക് ഞാൻ മയക്ക് നോക്കിയത്. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഇതിന് വാങ്ങിച്ചില്ലേ എന്ന്. ഇപ്പോൾ കറുത്ത ചപ്പാത്തിയും ചന മസാലയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഇനി ഉണക്കി എടുക്കണം. എന്നിട്ട് വേണം അത് ഇതിനകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പ്ലാനില്ല. ഇനി ഞാൻ വല്ല എഡിറ്റ് ചെയ്യുമല്ലോ ചെയ്യുമായിരിക്കും വീഡിയോസ്. കാരണം ഇനിയും പുറത്ത് പോകുന്നില്ലെന്നാണ് ഇതുവരെയുള്ള ഇത്. ഇനി കടല കുതിർത്ത് അത് വേവിക്കണം, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം, അത് മാത്രമേ ഉള്ളൂ. പാത്രമെല്ലാം കഴുകി ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. പിന്നെ മീനും പുളിശ്ശേരി ഇരിപ്പുണ്ട്, അത് ഫ്രിഡ്ജിനകത്ത് കയറ്റണം. അത് കുറച്ച് ചൂടൊന്ന് ആറിക്കോട്ടെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടാവത്തില്ല ഇവിടുത്തെ കാലാവസ്ഥ വെച്ച്. പെട്ടെന്ന് പാലൊക്കെ ആണെങ്കിലും ഇപ്പോൾ തിളപ്പിച്ച് രാവിലെ വെക്കുന്നത് തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ല.
രാവിലെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കത്തില്ല, വൈകുന്നേരം യൂസ് ചെയ്യുക. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് അതങ്ങനെ കേടാകുന്ന പരിപാടികളൊന്നുമില്ല. എനിക്കിതുവരെ അങ്ങനെ ഞാൻ രാവിലെ ഇപ്പം സാമ്പാറുണ്ടാക്കി ഞാൻ അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുമ്പേ എല്ലാം ഫ്രിഡ്ജിനകത്ത് വെക്കത്തുള്ളൂ. ഇങ്ങനെ കേടാകൽ പരിപാടി ഇല്ല കൂട്ടാനുകളൊന്നും പുറത്ത് വെച്ചാൽ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് കാണാം. ഇനിയിപ്പം സാധാരണ ഞാൻ നടന്നിട്ട് പോയിട്ട് വന്നിട്ടാണ് മേലൊക്കെ ഒന്ന് കഴുകുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഡെയിലി തല കുളിക്കാറില്ല, കാരണം ഇവിടുത്തെ കാലാവസ്ഥയിൽ അങ്ങനെ ഡെയിലി തല കുളിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ വെള്ളത്തിൽ ഡെയിലി തല കുളിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തലമുടി പോകുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ പൊഴിയുക മാത്രമല്ല, നമ്മുടെ ഒരു സൈസ് വെള്ളപ്പൊടി ഇങ്ങനെ തലയിൽ ഡെയിലി തല കുളിച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊടി ഇങ്ങനെ തലയിൽ താഴെ നല്ലത്. ആക്ച്വലി അത് ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. കാരണം ഞാൻ നാട്ടിൽ പോയിട്ട് തല കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില്ല, ആ ഒരു ഒന്നുമില്ല, സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും നാട്ടിൽ പോയി തല കുളിക്കുമ്പോൾ. ഇത് ഇവിടെ വന്ന് തല കുളിക്കുമ്പോഴാണ് ഈ പരിപാടി വരുന്നത്. അപ്പം ഡെയിലി തല കുളിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്ക് തോന്നത്തുമില്ല. അത് മാത്രമല്ല തലമുടിക്ക് അത്ര ശരിയല്ല ഇവിടുത്തെ ഈ വെള്ളത്തിൽ. അതുകൊണ്ട് ഞാൻ ഡെയിലി തല കുളിക്കാറില്ല, മേല് മാത്രമേ കഴുകാറുള്ളൂ. അപ്പം നടന്നിട്ട് പോയിട്ട് വന്നിട്ടാണ് മിക്കവാറും ഞാൻ മേല് കഴുകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇന്നിനിയിപ്പം നടക്കാൻ പോകുന്നില്ലെന്നാണ് ഇതുവരെ ഉള്ള ഒരു തീരുമാനം. അറിയത്തില്ല, നമുക്ക് നോക്കാം പെട്ടെന്ന് സമയം കിട്ടുമെന്ന്. അപ്പം ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ശ്രീഹരിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ബ്രെഡിൽ പെട്ടെന്ന് ഇങ്ങനെ മുട്ട പുഴുങ്ങി ഇങ്ങനെ ഉള്ളിയും പെപ്പർ ചീസ് അങ്ങനെയുള്ള വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇരിപ്പുണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് ഇങ്ങനെ അടച്ച്, ഞാൻ തക്കാളി ഒന്നും ചേർക്കാൻ, ഞാൻ തക്കാളി ശ്രീഹരിക്ക് ഇതിനകത്ത് വെക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് ബട്ടർ തേച്ച് 2 സൈഡും ടോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. അപ്പം പെട്ടെന്ന് ഒന്ന് വയറൊക്കെ നിറയും. അപ്പം അതെടുത്തു. ഇടയ്ക്കൊരു കൈ ഇപ്പം കാണാൻ ശ്രീഹരി വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബ്രെഡിൽ ഇങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ പിസ്സ പോലെ ചുമ്മാ ഒരു ബ്രെഡ് മതിയായിരുന്നു എനിക്ക്. അപ്പം അത് കഴിച്ചു. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ മഴക്കോളൊക്കെ വരുന്നുണ്ട്, പക്ഷെ മഴ പെയ്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങളിത് നടക്കാനൊന്നും പോയില്ല, പോകാൻ പറ്റത്തില്ലായിരുന്നു. ശ്രീഹരിക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെന്താ, ഇതുവരെ മഴയൊന്നും പെയ്തില്ല. ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഫുൾ ഡേ ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ടൊക്കെ ഈ രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഇനിയിപ്പം നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. ഡിന്നറിന് ചപ്പാത്തിയും ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഏകദേശം നല്ല ഇത്ര മതി. ഞാൻ വൈകുന്നേരം ഒരു 4 മണി സമയത്ത് ഇട്ടാണല്ലോ, അപ്പം അത് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു കടലക്കറി, ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ചനാ മസാല രീതി വെക്കണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം, ചപ്പാത്തി റെഡിയാക്കാം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നർ പരിപാടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി, ഒരു 8 മണി കൊടുക്കണേ അതൊക്കെ തീരും. അത് കഴിഞ്ഞ് പിന്നെ നാളെ ശ്രീഹരിക്ക് ഓഫീസുണ്ട്. അപ്പം പ്രത്യേകിച്ച് മീൻ പറ്റിച്ചത് കുറച്ച് ഇരിപ്പുണ്ട്, മോര് കാച്ചത് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് എന്തെങ്കിലും ഒരു പച്ചക്കറി ഐറ്റവും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ കൊണ്ടുപോകാനുള്ള റെഡിയാവും. അപ്പം എനിക്ക് ഈ ഓഫീസുള്ള ദിവസങ്ങളിൽ എനിക്ക് ഈ പരിപാടി ഡേ ഇൻ മൈ ലൈഫ് പരിപാടിയൊന്നും നടക്കത്തില്ല. കാരണം രാവിലെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ നമ്മൾ, അപ്പോൾ അത് പറ്റത്തില്ല. അല്ലാത്ത ദിവസങ്ങളിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പം നാളത്തേക്ക് ഇനി പ്രത്യേകിച്ചൊന്നും, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി മാത്രം, കോവയ്ക്ക ഇരിപ്പുണ്ട്, അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് രാത്രി തന്നെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് രാവിലെ നീട്ടി പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ മതി. പിന്നെ അച്ചാറുകൾ, കണ്ണിമാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്, മറ്റേ അല്ലാത്ത മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്, അപ്പം കടുമാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി ഓഫീസിൽ കൊടുത്തു വിടും. പിന്നെ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് ചപ്പാത്തിയും
കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെക്കാമെന്നൊക്കെയല്ലേ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ നാടൻ രീതിയിൽ തന്നെയാണ് വെച്ചത്. കാരണം ഞാൻ പിന്നെ ഓർത്തപ്പോൾ ഞാൻ മിക്കവാറും ഇപ്പം ആ ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഈ വെള്ളക്കടല വെക്കുന്നത്. എനിക്കൊരു നാടൻ രീതിയിൽ കുറേ നാളായി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ വെക്കാമെന്ന്. അപ്പം ഞാൻ ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ കുറേ തവണ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ കറിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല. ഞാനത് ഷോർട്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നാടൻ രീതി വെച്ചിരിക്കുന്ന ഒരു കടലക്കറിയാണ്. അങ്ങനെ നമ്മുടെ നാടൻ രീതി സ്റ്റൈലിൽ വെക്കുന്ന ഒരു സാധാരണ ഒരു കടലക്കറി. അപ്പം ഇതെല്ലാം വഴറ്റി കഴിയുമ്പോഴത്തേനും നമ്മൾ കടല ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്തുനിന്ന് ശകലം എടുത്തൊന്ന് ഉടച്ചു കൊടുത്തത്. കാരണം ഇത് എളുപ്പം നമുക്ക് ചെയ്യാം. പിന്നെ മിക്സിക്കകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആറാനുള്ള സമയം വേണം. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് ഉടച്ചൊക്കെ കൊടുത്തു. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ലായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കടലക്കറി. അപ്പം ഇതൊക്കെയായിരുന്നു ഡിന്നർ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കയറി കിടന്നുറങ്ങുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വൈകുന്നേരത്തെ കുറേ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിന്ന് പുറത്ത് പോയുമില്ല, നടക്കാനൊന്നും പോയില്ല. അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കാമായിരുന്നു, പക്ഷേ അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സാധാരണ പോലെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം ഭയങ്കര പാടല്ലേ ഈ സംഭവം എടുക്കാൻ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ച് ഇടയ്ക്ക് ഞാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഞാൻ മറന്നു പോകും ബാക്കി എടുക്കാൻ. മിക്കവാറും എൻ്റെ എൻ്റെ ലോങ് വീഡിയോസ് എല്ലാം സാറ്റർഡേയിലൊരു വ്ലോഗ് കാണും, ഞങ്ങൾ പുറത്ത് പോകുന്നതും ലഞ്ചും എല്ലാമായിട്ട് സാറ്റർഡേയിലോ സൺഡേയിലോ. അല്ലാതെ മിക്കവാറും എനിക്ക് ഈ ലഞ്ച് കോമ്പിനേഷൻ വീഡിയോസ് ഇടാനാണ് കൂടുതലും താല്പര്യം. കാരണം എനിക്കിഷ്ടപ്പെടുന്ന കുറേ ലഞ്ച് കോമ്പിനേഷൻസൊക്കെ അതാ കൂടുതൽ താല്പര്യം. ഞാൻ ഇന്നും ആ ഒരു രീതിയിൽ എടുത്ത് അങ്ങ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ആക്കുമായിരുന്നു. മറ്റേത് ഞാൻ ചില സമയത്ത് അങ്ങനെയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ലഞ്ച് ചില വീഡിയോസ്. പക്ഷേ ഞാൻ ബാക്കി എടുക്കാൻ അങ്ങ് മറന്നുപോകും. അങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.